സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ധനുഷിൻ്റെയും ഐശ്വര്യ രജനീകാന്തിൻ്റെയും മകൻ യാത്ര. അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ചെന്നൈയിലെ വിദ്യാർത്ഥിയായിരുന്നു യാത്ര. ഗ്രാജുവേഷൻ ചടങ്ങിന്റെ ചിത്രങ്ങൾ ധനുഷാണ് സ്വന്തം പേജിൽ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. മുൻ ഭാര്യയായ ഐശ്വര്യ രജനീകാന്തിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രൗഡ് പാരന്റ്സ് എന്ന രീതിയിൽ പങ്കുവച്ചത്. യാത്ര എന്ന ഹാഷ്ടാഗും ക്യാപ്ഷനൊപ്പം ചേർത്തിട്ടുണ്ട്. ചിത്രം രജനീകാന്തും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചുമകൻ്റെ ആദ്യത്തെ നാഴികക്കല്ല് താണ്ടി, അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്ന ക്യാപ്ഷനോടെയാണ് രജനീകാന്തും ചിത്രം പങ്കുവച്ചത്. നിമിഷം നേരം കൊണ്ടാണ് ധനുഷ് പങ്കുവച്ച ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. വേർപിരിഞ്ഞതിന് ശേഷം ധനുഷിനെയും ഐശ്വര്യയെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ എന്ന് പറയാം. ബന്ധം ഒന്നിനും ഒരു അവസാനമല്ലെന്നും ഇതുപോലെ സൗഹൃദപരമായി തുടരാമെന്നുമാണ് ആരാധകർ പറയുന്നത്. ഗായകൻ വിജയ് യേശുദാസ് അടക്കമുള്ള സെലിബ്രിറ്റികളും ആരാധകരും ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മകന് വേണ്ടി മാറ്റിവെച്ചല്ലോ, ഇവരെ പോലെ ആയിരിക്കണം എന്നിങ്ങനെയുള്ളതാണ് ഫോട്ടോയ്ക്ക് താഴെയുള്ള കമന്റുകൾ. ധനുഷും ഐശ്വര്യയും വിവാഹമോചനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 കൊല്ലമാകുന്നു. 18 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. പിന്നീട് കുടുംബ കോടതി വഴി 2020 ഔദ്യോഗികമായി വിവാഹമോചിതരായി. എന്നാൽ മക്കളായ യാത്രയ്ക്കും ലിങ്കയ്ക്കും വേണ്ടി ഇരുവരും എപ്പോഴും ഒന്നിച്ചെത്താറുണ്ട്. അതുതന്നെയാണ് ഇവരുടെ ക്വാളിറ്റി. അമ്മയും അച്ഛനും രണ്ടുപേരും പിരിഞ്ഞു എന്നതിൽ അർത്ഥമില്ല. രണ്ടുപേരും മെച്ചുവേർഡ് ആയതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മക്കളുടെ കാര്യത്തിൽ എത്തിയതെന്നും പറയുന്നു. മക്കളെയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ധനുഷായാലും ഐശ്വര്യ ആയാലും രണ്ട് രീതിയിലല്ല കാണുന്നത്. രണ്ടുപേരും ഒരുമിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നു. ഫോട്ടോയെ രജനീകാന്ത് അങ്ങ് എടുത്ത് ഷെയർ ചെയ്തപ്പോൾ അതങ്ങ് ആളിക്കത്തിയെന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയ്ക്കും മകനോടുള്ള സ്നേഹം അവർ കാണിച്ചു എന്ന് തന്നെ കമന്റുകളിലുണ്ട്. കാത്തിരിക്കാം കൂടുതൽ വിശേഷം.